അവിടെ പൈതൃക സമ്മേളനം എന്ന് പറയുമ്പോൾ അത് പാണക്കാടിന്റെ പൈതൃകമാണോ, അതല്ല സമസ്തയുടെ പൈതൃകമാണോ, സുന്നത്ത് ജമാഅത്തിന്റെ പൈതൃകമാണോ, ദീനിന്റെ പൈതൃകമാണോ? ഏത് പൈതൃകത്തെയാണ് അവര് ജനങ്ങളുടെ ഇടയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്? 89-ലെ കഥ പറഞ്ഞു നമ്മുടെ പൂക്കോട്ടൂർ സാഹിബ്. 89-ലെ ആ എറണാകുളം സമ്മേളനത്തിൽ ആരും പങ്കെടുക്കരുത് എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതെ, അങ്ങനെയാണ് പറയേണ്ടത്. എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ സമസ്തയുടെ പണ്ഡിതന്മാർ ഇത് വഖഫ് ഭൂമിയാണ്, ഇത് ഇവിടെ ഒരിക്കലും സ്ഥാപനത്തിന് തറക്കല്ലിടാൻ, ലീഗിൻ്റെ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ പറ്റില്ല എന്നവർ പറയുകയാണെങ്കിൽ ഞാൻ വെച്ച കല്ല് നിങ്ങൾ എടുക്കണം. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയാണ്, والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദ് ഇന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഒരു പൈതൃക വിശദീകരണമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പൈതൃക സമ്മേളനം കണ്ടു. അതിലെ ചില വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ സൽമാൻ അസ്ഹരി ഉസ്താദ്, അങ്ങക്ക് ഞാനൊരു ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. ആ പാണക്കാട് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിലൊരു ശകലം, ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കും. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഓർക്കണം, അദ്ദേഹം അതൊരു ബന്ധമാണ്. അദ്ദേഹത്തിന്റെ ഗുരുശിഷ്യ ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ ശംസുൽ ഉലമ വീട്ടിൽ വന്നു. സ്മരണികലുണ്ട്, വായിക്കണം, പഠിക്കണം, പഴയത് പഠിക്കുമ്പോഴേ നമുക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മളൊക്കെ വളരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വീട്ടിൽ വന്നു. പാണക്കാട്ടെ തങ്ങളെ കാണാൻ വേണ്ടി വന്ന ഒപ്പുണ്ട്, പൂക്കോയ തങ്ങളുണ്ട്. അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളോട് ബഹുമാനപ്പെട്ട മകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഈക്കെ വന്നിട്ടുണ്ട്. പൂക്കോയ തങ്ങൾ ദേഷ്യം പിടിച്ചു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഷെയ്ഖുന വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദ് വന്നിട്ടുണ്ട് പറയാൻ പാടുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. ആ ഒരു ബന്ധം, ആ ബോധമാണ് ഈ മെദീനയെ നെഞ്ചോട് ചേർക്കുവാൻ അദ്ദേഹത്തിന് കൊടുത്തത്. ആ തെർബിയത്താണ് ഈ മക്കൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. 2 പ്രതിസന്ധികളിൽ ഉമ്മത്തിനെ പൂക്കോയ തങ്ങൾ രക്ഷിച്ചില്ലേ? 965-ലെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായ അഖില എന്ന പ്രതിസന്ധിയും, അതുപോലെ തന്നെ 1989-ൽ എറണാകുളത്ത് ഒരു സമ്മേളനം നടക്കുമ്പോൾ എന്തായിരുന്നു പൂക്കോയ തങ്ങളുടെ പുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നടപടി? ഞാനിപ്പോൾ ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് അദ്ദേഹം പാണക്കാട് വെച്ചുകൊണ്ട് പൈതൃക സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സൽമാൻ അസ്ഹരി ഉസ്താദ് കേട്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു സമസ്തയുടെയും പാണക്കാടിൻ്റെയും പൈതൃകം. കൃത്യമാണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എത്രത്തോളം അവിടുത്തെ ഉസ്താദിനെ ബഹുമാനിച്ചു, ആ ബഹുമാനം പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു. മഹാനായ പൂക്കോയ തങ്ങൾ ഇ.കെ. എന്ന് പറയുന്നത് പോലും അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഗുരുവര്യന്മാരോട് അല്ലെങ്കിൽ സമസ്തയുടെ പണ്ഡിതന്മാരോട് പെരുമാറേണ്ടത് എന്ന കാര്യം ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ മക്കളെ പഠിപ്പിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയുന്നത്. ഇവിടെ പാണക്കാടിൻ്റെ പൈതൃകം പറഞ്ഞ ആളുകൾ ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ആ പാണക്കാട് തങ്ങന്മാരെ സമസ്ത ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഏത് പാണക്കാട് തങ്ങന്മാരെ? ഈ പൂക്കോട്ടൂർ സാഹിബ് പരിചയപ്പെടുത്തിയ പാണക്കാട് തങ്ങന്മാരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ സ്നേഹിച്ചിട്ടുണ്ട്, അങ്ങോട്ടും സ്നേഹിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ മഹത്തായ സമസ്തയുടെ തണലിൽ നിൽക്കുന്നവരായിരുന്നു. അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പിന്തുണയ്ക്കുകയും ചെയ്ത ആളുകളായിരുന്നു. ഇപ്പം നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ പലരും കേട്ടിട്ടില്ലാത്തൊരു സംഭവമായിരിക്കും ഇത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി, അതിന് തറക്കല്ലിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കപ്പെട്ടു. തൃശ്ശൂർ ജില്ലയിലാണ്. അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടും അന്നത്തെ സംഭവങ്ങൾ ഓർമ്മയുള്ള സമസ്തയുടെ നേതാക്കളോടും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാൻ നിഷേധിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. എന്തിനാണ് വിളിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാപനത്തിന് തറക്കല്ലിടാനും. അങ്ങനെ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെത്തിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ വേദിയിലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ ചർച്ചയുണ്ടായി. എന്താണ് ആ ചർച്ച? ആ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ പോകുന്ന ഭൂമി വഖഫ് ഭൂമിയാണ് എന്നുള്ള ഒരു ചർച്ച വന്നു. ഈ ചർച്ച വന്നപ്പോൾ അവിടെ തങ്ങൾ ആശയക്കുഴപ്പത്തിലായി.
വഖഫ് ഭൂമിയാണെങ്കിൽ അതിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇവരാണെങ്കിൽ തങ്ങളെ ഡേറ്റ് നോക്കി തങ്ങളെ കൊണ്ടുവന്നതാണ്, തറക്കല്ലിടാതെ പോകാനും പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു അത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞാൻ തൽക്കാലം ഇവിടെ ഒരു കല്ല് വെക്കാം, എന്നിട്ട് ഈ സ്ഥലത്തിനെ സംബന്ധിച്ച്, ഇതിൻ്റെ വഖഫ് നിയമങ്ങളെ സംബന്ധിച്ച് ഞാൻ സമസ്തയുടെ പണ്ഡിതന്മാരോട് ചോദിക്കും. എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ, സമസ്തയുടെ പണ്ഡിതന്മാർ ഇത് വഖഫ് ഭൂമിയാണ്, ഇത് ഇവിടെ ഒരിക്കലും സ്ഥാപനത്തിന് തറക്കല്ലിടാൻ, ലീഗിൻ്റെ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ പറ്റില്ല എന്നവർ പറയുകയാണെങ്കിൽ ഞാൻ വെച്ച കല്ല് നിങ്ങൾ എടുക്കണം. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയാണ്. നോക്കൂ നിങ്ങൾ, സമസ്തയുടെ പണ്ഡിതന്മാർ എന്താണ് ഇതിന് ഫത്വ പറയുന്നത്, എന്താണ് ഇതിലൊരു തീരുമാനം പറയുന്നത്? ഇതൊരു മതപരമായ വിഷയമാണ്, പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പണ്ഡിതന്മാരെന്നല്ല, അതിലുപരി സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ മുഷാവർ, അതിൻ്റെ ഫത്വ ബോർഡ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ എത്ര വലിയ നേതാവായിട്ടും കാര്യമില്ല. അത്തരം വിഷയങ്ങളിൽ സമസ്തയാണ് ആത്യന്തികമായിട്ട് ആശ്രയം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് ആ കല്ല് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു താൽക്കാലിക പരിഹാരമുണ്ടാക്കി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് മടങ്ങുന്നത് എന്നാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ അന്നത്തെ സംഭവങ്ങൾ ഓർമ്മയുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ഇതുപോലെ തന്നെ അസരുസ്ത മറ്റൊരു സംഭവം നമുക്കറിയാലോ, അഖില കേരള ജമിയത്തുൽ ഉലമ, അതും പൂക്കോട്ടൂർ അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ പാരമ്പര്യം, ഇതൊക്കെയാണ് പാണക്കാടിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അഖില കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നത് പിന്നെ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇരുത്തം ചെന്ന പണ്ഡിതന്മാർ അവരാണ് അഖില കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നത്. എന്തിൻ്റെ പേരിലായിരുന്നു? ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ്, കുത്തുബി എന്ന് പറഞ്ഞാൽ അന്ന് സമസ്തയിലെ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കും, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായിരിക്കും. അങ്ങനത്തെ കുത്തുബി ഉസ്താദ് സമസ്തക്കൊരു കത്ത് കൊടുക്കുകയാണ്. എന്താണ് കത്ത്? തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് തീരുമാനം എടുക്കണം. സാധാരണഗതിയിൽ കുത്തുബി അത്ര വലിയൊരു പണ്ഡിതനാണ് എന്നിട്ടും അദ്ദേഹം സമസ്തയിലേക്ക് ഈ തീരുമാനം വിടുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ എഴുതിയ കത്താണ് ഇത്. സമസ്തയുടെ 60ാം വാർഷിക സുവനീറിലുണ്ട്. ഈ കത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലേക്ക് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇതെങ്ങനെ തീരുമാനം എടുത്താൽ മതി എന്ന് അദ്ദേഹം തീരുമാനിക്കില്ല. സമസ്ത ആധികാരിക സംഘടനയെ അദ്ദേഹം എത്രത്തോളം പരിഗണിച്ചു, എന്നിട്ട് ആ മുഷാവറയിലേക്ക് കത്ത് കൊടുക്കുന്നു, ഫത്വ ബോർഡിലേക്ക് കത്ത് കൊടുക്കുന്നു. അങ്ങനെ സമസ്ത അതിനെക്കുറിച്ച്, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ച് ഒരു തീരുമാനം പറയുമ്പോൾ തബ്ലീഗ് ജമാഅത്ത് പിഴച്ച പ്രസ്ഥാനമാണെന്ന തീരുമാനമാണ് പറയുന്നത്. ആ സമയത്ത് സമസ്തയിൽപ്പെട്ട ഇരുത്തം ചെന്ന ചില പണ്ഡിതന്മാർക്ക് തന്നെ ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. നോക്ക് നിങ്ങൾ, അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില പണ്ഡിതന്മാർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവർ മാറി നിന്നു. അതിൻ്റെ പേരിൽ പ്രശ്നമായി. അങ്ങനെ അവർ ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് അഖില കേരള ജമിയത്തുൽ ഉലമ. അവർക്ക് 40 മുഷാവറ അംഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഒരു മാസിക തന്നെ അവർ ഇറക്കിയിരുന്നു. ചരിത്രം പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ സമുദായത്തോട് നൽകിയ ഒരു സന്ദേശമുണ്ട്. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ പറഞ്ഞു, നമുക്ക് അഖിലയും വേണ്ട, നമുക്കൊരു കൊകിലയും വേണ്ട, നമുക്ക് സമസ്ത മതി എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ സമസ്തയുടെ വഴിയിൽ നടത്തിയ മഹാപ്രസ്ഥാനമായിരുന്നു PMSA പൂക്കോയത്തങ്ങൾ. പിന്നെന്താണ് സംഭവിച്ചത്? ആ പൂക്കോയത്തങ്ങളുടെ വാക്ക് അന്വർത്ഥമാകുന്ന വിധം അഖില കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഇരുത്തം ചെന്ന പണ്ഡിതന്മാർ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അവർ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ സമസ്ത എടുത്ത തീരുമാനം കൃത്യമാണ് എന്ന് അല്പം വൈകിയാണെങ്കിലും അവർ തിരിച്ചറിയുകയും ആ അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെ അവർ പിരിച്ചുവിടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇന്നങ്ങനെ ഒരു സംഘടനയില്ല. അവിടെയും പൂക്കോയത്തങ്ങൾ അവരും പണ്ഡിതന്മാരല്ലേ,
അവർ ഇരുത്തം ചെന്ന പണ്ഡിതന്മാരല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവർക്കെതിരെ നിൽക്കുക. അവർ അവരുടെ സംഘടനയായിട്ട് പോകട്ടെ. ഞാൻ പിന്നെ പൂക്കോയത്തങ്ങൾ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ രണ്ടിനെയും പിന്തുണക്കുക. കാരണം ഓലെയും പടക്കാൻ പറ്റൂല, ഇവരെയും പടക്കാൻ പറ്റൂല. സമസ്തമായിട്ട് പോട്ടെ, അഖിലായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മഹാനായ പൂക്കോയത്തങ്ങൾ രണ്ടിനെയും പിന്തുണച്ചുകൊണ്ട് രണ്ടുപേരുടെ സ്വീകാര്യത എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിരുന്നെങ്കിൽ ഇന്നെന്തായിരിക്കും സ്ഥിതി? അഖില പിരിച്ചു വിട്ടാലും ചിലപ്പോൾ അതിൻ്റെ അണികൾ അഖിലയുമായിട്ട് നടക്കുന്നുണ്ടാവും. ഇതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. കുറച്ചാളുകൾ അങ്ങനെയും ചിന്തിക്കുമല്ലോ. ഇങ്ങനെ മഹാനായ PMS പൂക്കോയത്തങ്ങൾ ജനങ്ങളെ സമസ്തയുടെ വഴിയിൽ നടത്തുകയാണ് ചെയ്തത്. അതാണ് പാണക്കാടിൻ്റെ പൈതൃകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാണക്കാടിൻ്റെ പൈതൃകം എന്നിരിക്കെ ഇതൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചരണം എന്ന നിലയ്ക്ക് സംഘടിപ്പിക്കപ്പെട്ട ഒരു പൈതൃക സമ്മേളനത്തിൽ, പ്രത്യേകിച്ച് പാണക്കാട് നടത്തിയ സമ്മേളനത്തിലൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമസ്തയുടെ വഴിയിലേക്ക് നടത്തുന്നതിന് പകരം സമസ്തക്കെതിരെ ഒളിയമ്പ് നടത്താനും സമസ്തക്കെതിരെ കുത്താനും സമസ്തയെ കൊച്ചാക്കി കാണിക്കാനുള്ളൊക്കെ ചില ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. സൽമാൻ അസ്ഹർ ഉസ്താദ് എന്താണ് അവിടെ നടന്ന ആ പരിപാടിയെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ നടന്ന പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? SYS ഈസ്റ്റ് ജില്ലാ സമ്മേളനം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ കീഴ്ഘടകമാണ് SYS-ന്റെ ഈസ്റ്റ് ജില്ല ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതും സമസ്തയുടെ 100ാം വാർഷിക പ്രചരണം എന്ന നിലക്കുള്ള ഒരു പരിപാടിയാവുമ്പോൾ ആ പരിപാടിയെക്കുറിച്ച് നമുക്കൊന്നും നെഗറ്റീവ് പറയാൻ കഴിയില്ല. കാരണം സമസ്തയുടെ നേതൃത്വം അങ്ങനെ ഒരു പരിപാടി സമ്മേളനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നടത്തരുതെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സമസ്തയുടെ അനുമതിയോടെ ആയിരിക്കും ആ സമ്മേളനം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ ഏതൊരു പരിപാടി നടത്തുമ്പോഴും സമസ്തയുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നിയ്യത്ത് നന്നാക്കുക എന്നതൊരു പ്രധാന ഘടകമാണ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദീനാണ്. സമസ്തയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നത് ദീനിനുള്ള ഖിദ്മത്താണ്. ദീനിനുള്ള ഖിദ്മത്ത് ഒരു ഇബാദത്താണ്. ഇബാദത്ത് മഖബൂലാവണമെങ്കിൽ, പൂർണ്ണമാവണമെങ്കിൽ, സ്വീകാര്യമാവണമെങ്കിൽ നിയ്യത്ത് അനിവാര്യവുമാണ്. അപ്പൊ നീയത്തിനനുസരിച്ചാണ് സമസ്തയോടെ ചേർന്ന് നിന്നുള്ള ഏത് ഖിദ്മത്തിന്റെയും അനന്തര ഫലം ഉണ്ടാവുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. സമസ്തയുടെ ചെറുതും വലുതുമായ ഏത് സമ്മേളനമാണെങ്കിലും ശാഖാ പരിപാടികളാണെങ്കിൽ പോലും ആ പരിപാടി കൊണ്ട് ദീനിനും സമൂഹത്തിനും ഗുണം ഉണ്ടാവുകയും പുതിയൊരു നവോന്മേഷം ഉണ്ടാവുകയും ചെയ്യാനാണ് പതിവ്. എന്നാൽ ഈ പരിപാടി കഴിഞ്ഞ ശേഷം ആ പരിപാടിയുടെ എല്ലാ മെറിറ്റും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചാനലുകൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനും അന്യമതസ്ഥരെ വ്രണപ്പെടുത്തിയതിന് മാപ്പപേക്ഷിക്കേണ്ടി വരികയും ഇങ്ങനെ സമസ്തയുമായി ചേർത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രസ്താവനകളും പ്രയോഗങ്ങളുമൊക്കെ അവിടെ ഉണ്ടായി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നീയത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ആ പരിപാടിയുടെ എല്ലാ സംഘാടകരുടെയും നീയത്തിനെ അല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. സംഘാടകരും സംഘടിപ്പിച്ചവരും ഒരുപക്ഷെ സതുദ്ദേശത്തോടെയും സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണം എന്ന നിലക്കുമായിരിക്കും. സമസ്തന്റെ പ്രചരണം ആര് എവിടെ എങ്ങനെ നടത്തുകയാണെങ്കിലും നമുക്ക് ഒരു സന്തോഷമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുനിയയിൽ സമസ്തയുടെ സമ്മേളനം നടക്കുന്ന നഗരിയിൽ സമസ്തയുമായി ഒരു ബന്ധമില്ലാത്ത ഒരുത്തം പോയിട്ട്, നമ്മളെ CIC-യുമായി ബന്ധപ്പെട്ട ഒരുത്തം പോയിട്ടുണ്ട്, വീഡിയോ എടുത്ത് വിട്ട്. നമ്മൾ അതിനും എതിർപ്പല്ല. കാരണം അതും സമസ്തക്കൊരു പ്രചരണമാണ്, 100ാം വാർഷിക സമ്മേളനത്തിനൊരു പ്രചരണമാണ്. ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ അള്ളാഹു വലിയ ഹിക്മത്ത് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അത് അള്ളാഹുവിന്റെ ചില ഹിക്മത്തിന്റെ ഭാഗമായിരിക്കും. അതും നമുക്ക് പ്രശ്നമല്ല. നമുക്കത് കാണുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് സഹതാപം ഉണ്ടെങ്കിലും
ഒരർത്ഥത്തിൽ അത് ഈ 100-ാം വാർഷികത്തിന്റെ ഒരു പ്രചരണം തന്നെയാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഈ സമ്മേളനത്തോടൊന്നും നമുക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. സമസ്തയ്ക്ക് വേണ്ടിയുള്ള 100-ാം വാർഷികത്തിന്റെ പ്രചരണം എന്ന നിലയ്ക്ക് എല്ലാം സ്വീകാര്യമാണ്. അവിടെ പങ്കെടുത്ത ആളുകളിൽ നിന്ന് തന്നെ നമ്മുടെ സമസ്തയുടെ മുഷാവറ അംഗങ്ങളിൽ ചിലര് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ചിലരൊക്കെ നിർബന്ധിത അവസ്ഥയിൽ പങ്കെടുത്തെന്നൊക്കെ പറയപ്പെടുന്നു. അള്ളാഹു വരെ ഏതായാലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വളരെ വിദൂരതയിൽ നിന്ന് ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് കാസർഗോഡുള്ള പ്രോഗ്രാമുകൾക്ക് പോലും പങ്കെടുക്കാൻ വളരെ പ്രയാസം കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത താക്ക ഉസ്താദും വളരെ ത്യാഗം സഹിച്ച് ആ പരിപാടിക്ക് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പരിപാടിയെ നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല എന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ അവിടെ നടന്ന പ്രഭാഷകരിൽ നമ്മൾ സ്ഥിരം വിമത സ്വരം ഉയർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആപാര വൃന്ദം പ്രവർത്തകരെയും അനുയായികളെയും മുനവെച്ചുകൊണ്ട് സംസാരിച്ച് ഒളിയമ്പുകൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുക, കുത്തുവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടും ഇവരൊക്കെ ഈ വേറെ ഒരു ചിന്താഗതിക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്ത് ഈ അടുത്ത കാലത്ത് ഇപ്പൊ നളന്തയിൽ, അതിനുശേഷം പട്ടിക്കാട് ജാമിയയിൽ ബഹുമാനപ്പെട്ട ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലക്കുള്ള ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ ജാമ്യയിൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ജാമ്യന്റെ കോമ്പൗണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയ പരിപാടി, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടത്തിയ പിന്നെ നമ്മളെ എടവണ്ണപ്പാറ ചരിത്ര പ്രസിദ്ധമായ പരിപാടി തുടങ്ങി നമ്മളെ ഉമർ വൈസിനെ പുറത്താക്കാനൊക്കെ പ്രമേയം അവതരിപ്പിച്ച, ഇങ്ങനെ നളന്ത മുതൽ എടവണ്ണപ്പാറയിലും ജാമ്യന്റെ തിരുമുറ്റത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ടും പല സ്ഥലങ്ങളിലും ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തി അതിൽ പ്രമേയം അവതരിപ്പിച്ച് കുട്ടികളൊക്കെ നമ്മളെ പ്രവർത്തകരൊക്കെ രസമായിട്ട് പ്രമേയ സമസ്ത എന്ന പുതിയ പേരിലൊക്കെ ഇവരെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയങ്ങളിലൊക്കെ പ്രസംഗിച്ച ചില ആളുകളുടെ പ്രഭാഷണങ്ങളാണ് ഇവിടെ വലിയ വിഷയമായത്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീയത്താണ് പ്രശ്നം. അവിടെ പൈതൃക സമ്മേളനം എന്ന് പറയുമ്പോൾ അത് പാണക്കാടിന്റെ പൈതൃകമാണോ, അതല്ല സമസ്തയുടെ പൈതൃകമാണോ, സുന്നത്ത് ജമാഅത്തിന്റെ പൈതൃകമാണോ, ദീനിന്റെ പൈതൃകമാണോ, ഏത് പൈതൃകത്തെയാണ് അവര് ജനങ്ങളുടെ ഇടയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്? നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് സമസ്തയുടെ പൈതൃകത്തെ കുറിച്ച് സംസാരിക്കാനായിരിക്കും എന്നാണ്. കാരണം ദീനാണല്ലോ, സമസ്തയാണല്ലോ ദീന്. സമസ്തയുടെ 100-ാം വാർഷിക പ്രചരണമാണ്, സമസ്തയുടെ പോഷക ഘടകം സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. സ്വാഭാവികമായി സമസ്തയുടെ പൈതൃകത്തെ കുറിച്ച് സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവര് ആരുടെ പൈതൃകത്തെ കുറിച്ചാണ് സംസാരിച്ചത്? ആരോടാണ് അവർ പ്രസംഗിക്കുന്നത്? ശരിക്കും അവർ ആ പ്രസംഗം ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് പ്രസംഗിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് അത് സ്റ്റേജിലേക്ക് തിരിച്ച് പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പ്ലേ ചെയ്ത ക്ലിപ്പിലൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണ്? പാണക്കാട് സാദാത്യങ്ങളുടെ പൂർവികരായ ആളുകളുടെ പൈതൃകത്തെ ഘോരമായ ഭാഷയിലൂടെ, ശബ്ദത്തിലൂടെ പ്രസംഗിക്കുകയാണ് അദ്ദേഹം. ആർക്കാണ് ഇവിടെ അതിൽ തർക്കമുള്ളത്? ആർക്കാണ് ബാഫക്കി തങ്ങളെ കുറിച്ച് ഇവിടെ ആർക്കാ തർക്കം? പൂക്കോയ തങ്ങൾ പൈതൃകമില്ലാത്ത ആളാണ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം സമസ്തയുടെ ആശയ അല്ലെങ്കിൽ ആദർശ പൈതൃക വഴിയിൽ നിന്ന് വ്യതിചലിച്ച ആളാണ് എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉമർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരോടാണ്, എന്തിനാണ് ഈ പ്രഭാഷണം? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ അവരൊക്കെ ഇപ്പോ നേരത്തെ ആ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സമസ്തയുടെ ആലിമീങ്ങളോട് കാണിച്ചിരുന്ന ആദരവ്, ബഹുമാനം, അതെ, അത് കണ്ടു വളർന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതാണ് ജനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും. അത് പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷക്കനുസരിച്ചുള്ളത് അവിടുന്ന് കിട്ടണം. അത് കിട്ടുന്നുണ്ടോ എന്നതാണ് ചോദിക്കപ്പെടേണ്ടത്. ചിന്തിക്കേണ്ട കാര്യം അതാണ്. അത് കിട്ടുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്. അത് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ വാപ്പ അഖില കേരള ജമിയത്തുൽ ഉലമയെ പിരിച്ചുവിട്ട സംഭവം അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു. MES ബന്ധപ്പെട്ടും
ഏറ്റവും അവസാനം ആലുവ ത്വരീഖത്താണ്. ഹൈദരലി ശിഹാബ് തങ്ങളെ കാലത്ത് ഇപ്പൊ നമ്മൾ കണ്ടത് ആലുവ ത്വരീഖത്താണ്. ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടും സമസ്ത യുഗാന്തരങ്ങളിൽ എടുത്ത ഓരോ തീരുമാനങ്ങളും, സമസ്ത തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യക്തിപരമായ താല്പര്യങ്ങളും മറ്റൊന്നല്ലല്ലോ. സമൂഹത്തിന്റെ ഈമാനികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയ്ക്ക് ചെറുകിട എന്തെങ്കിലും ഒരു പോയിന്റ്, ഒരു നുക്കുത്ത അപജയം കണ്ടാൽ സമസ്ത ഇടപെടുമ്പോൾ സ്വാഭാവികമായും എതിരാളികളുണ്ടാവും, എതിർ പക്ഷത്തിന്റെ കൂടെ ആളുകളുണ്ടാവും. അവര് കാലങ്ങളായി സമസ്തയുടെ നേതാക്കൾക്കെതിരെ പുച്ഛത്തോടെ, ആക്ഷേപത്തോടെ അവർ സംസാരിക്കും, പ്രസംഗിക്കും, ഭീഷണിപ്പെടുത്തും, പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തും. അവരുടെ സ്വാധീന മേഖലയിൽ നിന്ന് അവർ പ്രവർത്തകരെ പുറത്താക്കും, ഒറ്റപ്പെടുത്തും. ഇതൊക്കെ മുമ്പേ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ. അത് ഇപ്പോഴും തുടരും. ഈ തുടർന്ന കാലങ്ങളിലൊക്കെ ഇവർ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും അപ്പ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഇവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണോ പറഞ്ഞത് അവിടെ നിന്നു എന്നുള്ളതാണ്. 89 കഥ പറഞ്ഞു നമ്മുടെ പൂക്കോട്ടൂർ സാഹിബ്. 89 ആ എറണാകുളം സമ്മേളനത്തിൽ ആരും പങ്കെടുക്കരുത് എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതെ, അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ മുഷാവറ അംഗം അല്ലാതിരുന്നിട്ട് പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അങ്ങനെ ചേർന്ന് നിൽക്കുകയും സമസ്ത ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ സമസ്തക്ക് ചെറിയ രൂപത്തിൽ ഒരു പോറലേൽക്കുന്ന പ്രവർത്തനം ഒരു സംഘം നടത്തിയപ്പോൾ അവർക്ക് എതിരിൽ സമസ്തയോട് ചേർന്ന് നിന്നുകൊണ്ട് ധീരമായ നിലപാട്, വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉണ്ടായേക്കാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളെയും, രാഷ്ട്രീയമായി ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളെ വകവെക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ചേർന്ന് നിന്നുകൊണ്ട് ധീരമായ നിലപാട് സ്വീകരിച്ച മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് തിരിച്ചും അതേ നിലപാട്, അല്ലെങ്കിൽ അതിനേക്കാൾ സൗഹാർദ്ദപരമായ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നിലപാട് സമസ്തയുടെ നേതാക്കളും എടുക്കുമല്ലോ. അത് സ്വാഭാവികമല്ലേ. പഴയ കാലത്തെ ചരിത്രമൊന്നും പുതിയ തലമുറനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട, അതിങ്ങനെ എല്ലാ സ്റ്റേജിലും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെച്ച മാറ്റർ അതാണ് വിചാരിച്ച് അതെന്നെ പറയല. അതൊക്കെ കേട്ട് എല്ലാവർക്കും പിന്നെ ബൈഹാർട്ടായ കാര്യങ്ങളാണ്. പുതിയ സംഭവങ്ങൾ തന്നെ ഉണ്ടല്ലോ. എന്താ അത് പറയാത്തത്? ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനം എടുത്തപ്പോ ഈ ആലുവ ത്വരീഖത്തിന്റെ ശൈഖിനെ കുറിച്ച് എനിക്കറിയാം. നമ്മൾ കണ്ണൂർ പഠിക്കണ സമയത്ത് ആലുവ ത്വരീഖത്തിന്റെ ശൈഖ് കണ്ണൂർ വെച്ച് പ്രസംഗിച്ചതാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് 2 സംഘടനയാണ്. രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗും ദീനിയായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും. ഹക്കിന്റെ ആളുകൾ ഈ 2 സംഘടനയും ആണ് ഉണ്ടാവുക എന്നൊക്കെ ഇയാൾ കണ്ണൂർ പ്രസംഗിച്ചു. അന്ന് ഇയാൾക്ക് ഇതിനെ നടപടി എടുത്തിട്ടില്ല, അന്വേഷണം നടക്കണുള്ളൂ, പഠനം നടക്കേണ്ട കുറച്ച് കൊല്ലങ്ങളുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഇയാൾ ഈ സോപ്പിങ്ങിലൂടെ അനുകൂലമായ നിലപാട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിലല്ലല്ലോ നിലപാടുകൾ സ്വീകരിക്കുക. അപ്പൊ സമസ്തയുടെ തീരുമാനം വന്ന ശേഷം അവരുടെ പ്രഭാഷകൻ ഇപ്പൊ അബ്ബാസ് ഫൈസിയൊക്കെ പ്രസംഗിച്ചിരുന്നത് ഇപ്പോഴും യൂട്യൂബിൽ കാണാം. അപ്പൊ അവരുടെ പ്രഭാഷകർ ഇപ്പൊ അബ്ബാസ് ഫൈസിയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാന് ലീഗുകാരനാണെന്ന് ഒരു 10 വട്ടെങ്കിലും അയാൾ ഒരു പ്രസംഗത്തിൽ പറയും. ആ രീതിയിൽ അതെന്താ കാരണം നമുക്കറിയാം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അവരൊക്കെ ലീഗുകാരുമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോ ഇന്ന് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആലുവ ത്വരീഖത്തിനകത്ത് സമസ്ത തീരുമാനം എടുത്തപ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അവിടെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല, ചിന്തിക്കാൻ പോലും നിന്നിട്ടില്ല. അതേ സമസ്തയുടെ ഭാഗമായി എന്നുള്ളതാണ്. അതാണ് പൈതൃകം. കാരണം എന്താ? ഞാൻ പറയാം അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അവിടെ ഇന്നിപ്പോ CIC-ന്റെ ഒപ്പമുള്ള ആളുകളെക്കാൾ കുറച്ചും കൂടെ അംഗസംഖ്യവും എണ്ണമൊക്കെ കൂടുതലുള്ള ആൾക്കൂട്ടുള്ളത് ആലുവ ത്വരീഖത്ത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CIC എന്ന് പറഞ്ഞപ്പോ ഏറി വന്നാൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ കുറച്ച് വിദ്യാർത്ഥികളും അവരുടെ എല്ലാവരും രക്ഷിതാക്കളില്ല, കുറച്ച് ആൾക്കാരുടെ രക്ഷിതാക്കളും ഉണ്ടാവും. അതാണ് ഇപ്പൊ ഈ CIC-ന്റെ ഒപ്പമുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അതെന്നെ പഠിച്ചിറങ്ങിയ എല്ലാവരും അതിന്റെ കൂടോട്ടില്ലതാണ്. നമുക്കറിയാലോ, നമ്മളെ കൂടെയുള്ള വാഫികളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതിനേക്കാണൊക്കെ എത്രയോ അംഗസംഖ്യ ഉള്ള വിഭാഗമാണ് ഈ ആലുവ ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അവിടെ ഒരു
അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിട്ട് അവരെയും കൂടി ഒന്നിങ്ങനെ സൂചിപ്പിച്ച് കൂടെ നിർത്തിയാൽ രാഷ്ട്രീയപരമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ല, അല്ലെ തങ്ങൾ അങ്ങനെയൊക്കെ സങ്കല്പിച്ചിരുന്നെങ്കിൽ. പക്ഷെ അതല്ല, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുമ്പ് രാഷ്ട്രീയപരമായ ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളെ വകവെക്കാതെ സമസ്തയോട് ചേർന്ന് നിന്നതുപോലെ ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ ഭാഗമായി അവിടെ നിന്നു. അങ്ങനെ ഒരു ചർച്ചന്റെ സാഹചര്യം പോലും അവിടെ ഉണ്ടായില്ല. ഇതാണ് പൈതൃകം. അപ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആവേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറയണ മാതിരി പറയരുത്, അങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്നാണ് ഇവര് പറയണത്. പിന്നെ ഈ സമസ്തയോട് ചേർന്ന് നിന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ മഹാന്മാരുടെ ഒന്നും ഔദാര്യം കൊണ്ടല്ല, അവർക്ക് കാര്യബോധമുള്ളത് കൊണ്ടാണ്. എന്താ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ദീനാണ്. ദീനിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വൈയക്തികമായും സാമുദായികമായും സാമൂഹികമായും എല്ലാവർക്കും ഗുണമുണ്ടാവുള്ളൂ. അത് അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, ദുന്യവിയായ ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ദുന്യാവിനേക്കാൾ ആഖിറത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നവർ സമസ്തയോട് ചേർന്ന് നിൽക്കും. അങ്ങനെയാണ് മുൻഗാമികൾ നിന്നതും. കാരണം എന്താ? സമസ്ത ദീനാണ്. ദീനിനോട് വ്യക്തികൾ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. കുടുംബങ്ങൾ ദീനിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. തറവാടുകൾ ദീനിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദീന് ഒരാളോട് ചേർന്ന് നിൽക്കണം, ദീന് ഒരു കുടുംബത്തോട് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനനുസരിച്ച് ദീനിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടി വരും. അതിനിപ്പോ ഇനി ഒരു പുതിയ നബിയോട്ട് വരാനുമില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സമസ്തയോട് ചേർന്ന് നിൽക്കുക എന്ന പൂർവികരുടെ നിലപാടാണ് പൈതൃകം. ആ പൈതൃകത്തിലാണ് നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കണേ എന്ന് പറയുന്നവരാണ് നമ്മൾ. അവിടെ സൽമാൻ അസരിഫ് തങ്ങളൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു. അതായത് ഇപ്പോൾ അവിടെ സമദ് പൂക്കോട്ടൂർ പ്രസംഗിച്ച പ്രസംഗം നാസർ വൈസിൻ്റെ പിന്നെ എടുക്കാനില്ല, പിന്നെ ആ വഴിക്ക് പോയി അത് പിൻവലിച്ചതല്ലേ, നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. പിന്നെ ഈ പൂക്കോട്ടൂരിൻ്റെ പ്രസംഗത്തിലേ ഇപ്പം നിലവിലെന്തെങ്കിലും വിവാദമുള്ള വിഷയത്തെ അയാൾ എന്തെങ്കിലും പറഞ്ഞോ? അപ്പം നമുക്ക് രണ്ട് കൂട്ടർക്കിടയിൽ യാതൊരു തർക്കവും ഇല്ലാത്ത വിഷയമാണ് മൂപ്പര് പറഞ്ഞത്. പാണക്കാട് തങ്ങന്മാരെ അങ്ങോട്ട് സമസ്ത ബഹുമാനിച്ചതും സമസ്തയെ പാണക്കാട് തങ്ങന്മാർ പരിഗണിച്ചതും ആ സമസ്തയുടെ തണലിൽ നിന്നതും ഇത് രണ്ടും മിക്സഡ് ആക്കിയിട്ടാണ് പൂക്കോട്ടൂർ പറഞ്ഞത്. ഇതിനാരാ നിഷേധിക്കണത്? ഇതിനാരും നിഷേധിക്കണില്ലല്ലോ. നിങ്ങൾ ചോദിച്ചതുപോലെ പിന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തയോട് ആ സമസ്തയുടെ പൈതൃകമല്ല വേറിയിരുന്നത് എന്ന് നമ്മക്കാർക്കെങ്കിലും വാദമുണ്ടോ? PMSA പൂക്കോയ തങ്ങളെ കുറിച്ചുണ്ടോ? നമുക്ക് ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ചുണ്ടോ? ഇതൊന്നും അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. ഇവിടെ ലേറ്റസ്റ്റ് ആയ വിഷയത്തെ തന്നെ സംബന്ധിച്ച് മൂപ്പര് തൊട്ടതുമില്ല. അതല്ലേ പറയേണ്ടത്. അതിലൊരു നിലപാട് പറയാൻ എന്താ സാധിക്കാത്തത്? പൈതൃകം പറയുമ്പോൾ ഈ പാണക്കാട് സയ്യിദന്മാരുടെ പൈതൃകം മാത്രമല്ല, ബാഫക്കി തങ്ങളുടെ പൈതൃകം നോക്ക് നിങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് എത്രമാത്രം അദ്ദേഹം ചേർന്ന് നിന്നു. അതിനുവേണ്ടി മറ്റതെല്ലാം ഭൗതികമായ താല്പര്യങ്ങളും മുഴുവൻ അദ്ദേഹം തിരസ്കരിച്ചു. ഇപ്പോൾ MES രൂപീകരിക്കപ്പെടുന്നൊരു പശ്ചാത്തലം ഉണ്ടായി. ആ MES എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് രൂപീകരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൽ താല്പര്യമായി. എല്ലാ സംഘടനകളും അവരോട് സഹകരിച്ചു, അതിന് പിന്തുണ നൽകി. അതിൽ അംഗങ്ങളായി. അതിൽ ബാഫക്കി തങ്ങൾ പ്രധാനപ്പെട്ടൊരു ഘടകമായിരുന്നു, അംഗമായിരുന്നു MES-ൽ. അങ്ങനെ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ശരീഅത്തിൻ്റെ വഴിയിൽ നിന്ന് അത് തെന്നിമാറി. നമ്മൾ 60-ാം വാർഷികത്തിൻ്റെ സുവനീർ വായിച്ചാൽ കാണാം. MES എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് തന്നെ ഉണ്ട്. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് MES-നെ സമസ്ത തള്ളിപ്പറയാനുണ്ടായതിനെതിരെ നടപടിയെടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഒരു ലേഖനം. ആ ലേഖനത്തിൽ അവരെഴുതുന്നത് അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറിയായ സെയ്ദ് ബിൻ സാബിത്ത് എഴുതിയതാണ് ഖുർആൻ എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾ, അതായത് ഖുർആൻ തന്നെ ഒരു മനുഷ്യ സൃഷ്ടിയാണ് എന്ന് വന്നുപോയി ആ എഴുത്തിൽ. അതിനുശേഷം പറയുന്നുണ്ട് അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് വേറെ ഒരു ഖുർആൻ ഉണ്ടാക്കാൻ ആരാവശ്യപ്പെട്ടു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും
അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി വേറൊരു ഖുർആൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സൂറത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെന്നുള്ള ഖുർആന് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിനെ തന്നെ അവമതിക്കുന്ന രൂപത്തിൽ ഒരു ലേഖനം വന്നപ്പോൾ ആ ലേഖനത്തെ പിന്നെ മാനദണ്ഡമാക്കിയിട്ട് അത് പരിശോധിച്ചിട്ടാണ് അതാണ് MES-ഉമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാരണമായിട്ട് പറയുന്നത്. ആ മിനിറ്റ്സ്, അതിൻ്റെ റെക്കോർഡ്, അതിൻ്റെ രേഖകളും ഒക്കെ 60ാം വാർഷികത്തിൻ്റെ സുവനീറിൽ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഈ ഒരു സമസ്ത പാസ്സാക്കിയ അതിൻ്റെ ഒരു കോപ്പി മഹാനായ ബാഫക്കി തങ്ങൾ ആവശ്യപ്പെടുകയാണ്. നേരെ അദ്ദേഹം പോയിട്ട് ലീഗിൻ്റെ യോഗത്തിൽ ഇത് വായിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പോലും അതുമായി സഹകരിക്കാത്തൊരവസ്ഥ വന്നു. ഇസ്ലാമിക ശരീഅത്തിനെ തള്ളി പറഞ്ഞപ്പോൾ ഇതാണ് ഉണ്ടായത്. സമസ്തയോട് ചേർന്ന് അവിടെ ഒന്ന് ചോദ്യം ചെയ്തൊന്ന് ഞങ്ങൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇതൊന്ന് വായിക്കട്ടെ, അല്ലെങ്കിൽ ഓലെക്കൊണ്ട് ഞങ്ങൾ അത് സമ്മതിപ്പിക്കാം, ചെറിയ പേവ് പറ്റിയതെടുക്കാനും എന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് വിളിക്കാനൊന്നും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ നിന്നില്ല എന്നാണ്. ആ സമസ്ത ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആമന്ന സല്ലംന എന്ന് പറഞ്ഞ് അംഗീകരിച്ച് അത് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോയി എന്നതാണ് ചരിത്രമെങ്കിൽ എത്രത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇതാണ് പൈതൃകം, ഇതാണ് ബാഫക്കി തങ്ങളുടെ പൈതൃകം, ഇതാണ് പൂക്കോയ തങ്ങളുടെ പൈതൃകം. ഇങ്ങനെ ഈ ഒരു പൈതൃകത്തോട് ചേർന്ന് നിന്ന സമസ്തയോട് ചേർന്ന് നിന്ന ആ തങ്ങന്മാരെ സമസ്ത അങ്ങോട്ട് വളരെയധികം ബഹുമാനിച്ചിട്ടുണ്ട്, വളരെയധികം ആദരിച്ചിട്ടുണ്ട്. അവർ കുളിച്ച സോപ്പിൻ്റെ ബാക്കി കൊണ്ട് പോലും മഹാനായ ശംസുൽ ഉലമയുടെ ചരിത്രത്തിലും കാണാം. അതിനുവേണ്ടി അദ്ദേഹം കാത്തുനിന്നു, അത് വാങ്ങിയിട്ട് കുളിച്ചു ബറക്കത്തിന് വേണ്ടിയിട്ടെന്നാ. അത് മഹാന്മാരായ സയ്യിദന്മാരിൽ ബറക്കത്ത് നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ സുന്നികളാ വിശ്വസിക്കുള്ളൂ അതിൽ. അത് വിശ്വസിക്കാൻ മറ്റുള്ള അവാന്തര വിഭാഗങ്ങൾ കിട്ടൂലല്ലോ. ആ ബറക്കത്ത് ഇന്നും ആ ബറക്കത്ത് മഹാന്മാരായ അഹ്ലുബൈത്തിൽ പ്രതീക്ഷിക്കുന്നവരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. പക്ഷേ നമുക്ക് എല്ലാത്തിനും മുകളിൽ മതമാണ്, ഇസ്ലാമാണ്, ഇസ്ലാമിക ശരീഅത്താണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംരക്ഷിക്കുന്ന, അതിനെ കോട്ടകെട്ടി സംരക്ഷിക്കുന്ന, അതിനെ ജനങ്ങളിലേക്ക് വിഭാവനം ചെയ്യുന്ന, അതിൻ്റെ ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന സമസ്തയാണ് നമുക്കെല്ലാത്തിനും വലുത്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലേറ്റസ്റ്റായ എടുത്ത ചില തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് കൃത്യമായി പൂക്കോയ തങ്ങളെടുത്തതുപോലെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്തതുപോലെ, ബാഫക്കി തങ്ങളെടുത്തതുപോലെ ക്ലിയർ കട്ടായിരിക്കുന്ന ഒരു നിലപാടെടുത്താൽ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ നമുക്ക് പ്രതീക്ഷയുണ്ട്, അദ്ദേഹം അത് ചെയ്യും, അദ്ദേഹം സമസ്തയോട് കൂടെ നിൽക്കും, ഇൻഷാ അല്ലാഹ് അദ്ദേഹം അതിലൊരു കൃത്യമായ ഒരു നിലപാട് കൈക്കൊള്ളും എന്നാണ് നമുക്ക് പ്രതീക്ഷ. ഈ ഒരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ, സമസ്തയുടെ പൈതൃകം പറഞ്ഞ്, സമസ്തയുടെ 100ാം വാർഷിക പ്രചരണം അവിടെ അങ്ങനെയെങ്കിലും ഒന്ന് ആ സമദ് പൂക്കോട്ട് പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ എന്തൊരു അന്തസ്സുണ്ടായിരുന്നു. ലേറ്റസ്റ്റായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം, എന്തിൻ്റെ പേരിലാണ് ഈ പിണക്കങ്ങൾ, എന്തിൻ്റെ പേരിലാണ് സമസ്തയുടെ പ്രവർത്തകരുമായിട്ട് മറ്റുള്ള ആളുകൾ അകൽന്നു പോകുന്നത്, എന്തിൻ്റെ പേരിലാണ് ഇവിടെ ഒരു ഭിന്നത ഉണ്ടാകുന്നത്, ഇതല്ലേ പറയേണ്ടത്. അവിടെ യോജിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്, അതല്ലേ ഒരു നല്ല പ്രഭാഷകൻ ചെയ്യേണ്ടത്. അവിടെ യോജിപ്പിക്കണ്ടേ. ഇത് യോജിപ്പിക്കാതെ രണ്ട് വഴിക്ക് വിട്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ എന്ത് പൈതൃകമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്ത് പൈതൃകമാണ് പറയാനുള്ളത്? ഇതിനൊരു തീരുമാനം വേണ്ടേ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആരെയും കുറ്റം പറയുന്നില്ല, ആരെയും അധിക്ഷേപിക്കുന്നില്ല, സയ്യിദന്മാരെ ബഹുമാനിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു. ആ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഉസ്താദുമാരാണ്. ഞങ്ങൾ ഉസ്താദുമാരെ പഠിപ്പിച്ചത് സമസ്തയുടെ പണ്ഡിതന്മാരാണ്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച തത്വത്തിൽ സമസ്തയാണ്. ആ സമസ്ത പഠിപ്പിച്ച സയ്യിദന്മാരെ എല്ലാവരും സമസ്തയുടെ പ്രവർത്തകന്മാരെ ബഹുമാനിക്കും. പക്ഷേ ഈ വിഷയത്തിൽ ലേറ്റസ്റ്റായി ഭിന്നത ഉണ്ടാകുന്ന വിഷയത്തിൽ
നിങ്ങളൊരു തീരുമാനം പറയണമായിരുന്നു. അതുണ്ടായില്ല, അത് ഖേദകരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യക്തി എന്ന നിലക്ക് അല്ല, സമസ്ത കേരള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത് ദീനാണ്. ദീനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ ആഖിറം രക്ഷപ്പെടാനുള്ള ഒരു കാരണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തയോട് കൂടെയുണ്ടോ അവരുടെ കൂടെ നമ്മളും ഉണ്ട്. സമസ്തയോട് കൂടെ ഇല്ലേ, ആര് എങ്ങനെ എന്തൊക്കെ ബൂസ്റ്റ് ചെയ്താലും നമ്മളും അവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. വ്യക്തിപരമായ ബന്ധം ഉണ്ടാവും, പക്ഷെ ആദർശപരമായി സമസ്തയോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലുള്ള സുന്നി സമൂഹം ഉൾക്കൊള്ളുള്ളൂ. അതല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും നഷ്ടങ്ങളെ പേടിച്ചിട്ടോ ആരെങ്കിലുമൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ ഇല്ല, അത്രേ പറയുള്ളൂ. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.